അതുകൊണ്ട് ആ നേതാവ് നമ്മളെ സത്യപാന്താവിലേക്ക് നയിക്കാൻ അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ്. ഈ ഉമ്മത്തിന് കിട്ടിയ സർവ അന്തസ്സും അഭിമാനവും ആര് കാരണമാണ്? പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. പല സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ബഹുമാനവും ആദരവും ആർക്കാ? ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മക്കാണ് ആദരവും ബഹുമാനവും. മമ്പൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ദഅവത്ത് തന്ന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അത് അക്രമുർ റുസുലാണ്. അത് കാരണം കുന്നാ അക്രമൽ ഉമ്മമി, ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്ത് നമ്മളായി മാറി. ആര് കാരണം? മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നുകൂടി ഞാൻ പറയാം. കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി വബുഇസ്തു ആഖിറ സമാൻ ലിഅല്ലാ തത്വലിയൽ ഉമമു അലാ ഫലാഇഹി ഉമ്മത്തി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലോകത്ത് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത്, ജാബിർ തങ്ങൾ ചോദിച്ചില്ലേ, ഏതാ? നൂറ് നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ തങ്ങളോട് പറഞ്ഞില്ലേ, അങ്ങയുടെ നബിയുടെ പ്രകാശത്തെയാണ് ആദ്യമായി അല്ലാഹു പടച്ചത്. ആദ്യമായി സൃഷ്ടിച്ച് വെച്ചത് പുന്നാര നബി തങ്ങളെ പ്രകാശമാണ്. അതെ, അത് അമ്പിയാക്കള് മുഖേന, അമ്പിയാക്കള് മുഖേന, അതെ, ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും എല്ലാം ഉദരത്തിലേക്ക് അല്ലാഹു എത്തിച്ച് അവസാനമായി ഈ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെടുത്തുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ എന്റെ യുവാക്കള് കാരണന്മാരൊന്ന് ശരിക്ക് ചിന്തിക്കുക. എന്റെ ഉമ്മമാരും, ലോകത്താദ്യമായി അല്ലാഹു പടച്ചു വെച്ചത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. 1.25 ലക്ഷത്തോളം അല്ലെങ്കിൽ 2.25 ലക്ഷത്തോളം അമ്പിയാക്കൾ ഇവിടെ വന്നുപോയി. അതിനെല്ലാം അവസാനത്തെ കണ്ണിയായിട്ടാണ് ഈ നമ്മുടെ നേതാവിനെ അല്ലാഹു നിയോഗിക്കുന്നത്. ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരാനില്ല. പക്ഷെ ആദ്യം പടച്ചു വെച്ച പ്രവാചകനെ അവസാനമായി നിയോഗിക്കാൻ കാരണം എന്താ? അതിന് അല്ലാഹുവിന്റെ ഹബീബ് കാരണം പറയുകയാണ്. ആദ്യം പടച്ചു വെച്ച് ഫസ്റ്റ് വരുമ്പോ അതൊരു ബഹുമാനല്ലേ, പിന്നെന്ത് ലാസ്റ്റാക്കി? ഇനിയൊരു ഉമ്മത്ത് വരാനില്ല ഇവിടെ. ഉമ്മത്ത് മുഹമ്മദാണ് അവസാനത്തെ ഉമ്മത്ത്. ഇനി അന്ത്യനാളാണ്. എന്റെ യുവാക്കൾ കേൾക്കണോ? എന്താ അതിന്റെ കാരണം? അല്ലാ തത്വലി അൽ ഉമമു അലാ ഫലാഇഹി ഉമ്മത്തി തഖ്ദീറൻ. ഇനി വല്ല കാരണവശാലും സങ്കൽപ്പിച്ച് ഒരു ജനറേഷൻ, ഒരു പുതിയ ഉമ്മത്ത് ഇവിടെ വരും എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഉദാഹരണമായിട്ട് മൂസാ നബിയുടെ കൗമ് അല്ലേ, അലൈഹിസ്സലാം, ശീശ് നബിയുടെ കൗമ്, നൂഹ് നബിയുടെ കൗമ്, ഇബ്രാഹിം നബിയുടെ കൗമ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഓരോരോ സമൂഹം ഇവിടെ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഒരു സമൂഹം വരുമ്പോ മറ്റൊരു സമൂഹത്തിനെ കുറിച്ച് പറയും, മൂസാ നബിന്റെ കൗമ അങ്ങനെയായിരുന്നു, ഇബ്രാഹിം നബിയുടെ കൗമ ഇങ്ങനെയായിരുന്നു, നൂഹ് നബിയുടെ കൗമ ഇങ്ങനെയായിരുന്നു, അവർ വല്ലാതെ ഉപദ്രവിച്ചവരാണ്, അവർ അള്ളാഹിനോട് ധിക്കാരം വിളിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയെ പോലും തീക്കുണ്ടാരത്തേക്ക് വലിച്ചെറിഞ്ഞവരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കഥകളെല്ലാം ഇങ്ങനെ വിളിച്ചു പറയും. ഈസാ നബിയെ അവരുടെ ശിഷ്യന്മാര് തന്നെ ഒറ്റുകൊടുത്തിട്ട് വധിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ അള്ളാഹു ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തിയതാ. ഓരോരോ കൗമിന്റെയും ദുശ്ചൈതികൾ നഷ്ടു വരുന്ന ഉമ്മത്ത് സമൂഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഉസ്താദ് വയലു പറയുമ്പോൾ പറയും, ഓരോ കൗമിന്റെ വിശേഷണങ്ങൾ പറയും, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്ന് അല്ലേ. ലൂത്ത് നബിയുടെ കൗമ് നമ്മൾ പറയാറുണ്ട്, സദൂം എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, ചാവുകടൽ, ഡെഡ് സീ എന്നെല്ലാം പറയുന്ന
ചതുപ്പു ഭൂമിയായി അവിടെ ഇന്നും അവശേഷിച്ചു നിൽക്കുകയാണ് ഒരു സമൂഹത്തിന്റെ ആ ആധാറുകൾ. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ബനി ഇസ്രായേലുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി പോയ ഫറോവ അല്ലേ, 4000 ചില്ലറ വർഷം കടലിൽ കിടന്നിട്ടും അവനെ കൊണ്ടുവന്ന് അള്ളാഹു ഈ ലോകത്തിന്റെ മുഴുവനും പാഠമാക്കി ഇന്നും ഈജിപ്തിന്റെ മീശത്തിൽ മമ്മിയായി കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ കഥകൾ പറയും. എന്നാൽ ഈ ഉമ്മത്തിന്റെ നേതാവ് അവസാനത്തെ പ്രവാചകനായി മാറിയിട്ട് അവസാനത്തെ ഉമ്മത്തായി നമ്മൾ മാറിയതിന്റെ കാരണം അത് സങ്കൽപ്പിക്കുകയാണ്. ഇനി ഒരു ഉമ്മത്ത് ഇവിടെ വരാനുണ്ട്, പുതിയൊരു വർഗം, പുതിയൊരു കൗമ ഇവിടെ വരുമായിരുന്നുവെങ്കിൽ ആ കൗമ വിളിച്ചു പറയും ഉമ്മത്ത് മുഹമ്മദിന്റെ വീക്കൻസുകൾ, നുഖ്സാനുകൾ, കംപ്ലൈന്റുകൾ വിളിച്ചു പറയോ. ഉമ്മത്ത് മുഹമ്മദ് കള്ളുകുടിയന്മാരായിരുന്നു, കഞ്ചാവിനടിമപ്പെട്ടവരായിരുന്നു, ഉമ്മാൻ അടിക്കുന്നവരായിരുന്നു, ബാപ്പാൻ അടിക്കുന്നവരായിരുന്നു, അവര് നേരാമണ്ണം മദ്രസയിൽ പോവാത്തവരായിരുന്നു, അവർ കള്ളന്മാരായിരുന്നു, ബ്രൗൺ ഷുഗറിനടിമപ്പെട്ടവരായിരുന്നു, വലിയ വ്യഭിചാരികളായിരുന്നു. അതാ സ്വന്തം മക്കളെ പോലും കാശിന് വിൽക്കുന്ന സമ്പ്രദായക്കാരായിരുന്നു. നരബലി നടത്തിയിട്ട് അല്ലാ പെണ്ണുങ്ങന്മാരെ നരബലി നടത്തിയിട്ട് കുറെ വേണ്ടിയത് ഭാര്യക്കോരി മനുഷ്യ മാംസം തിന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നവരായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നെക്സ്റ്റ് വരുന്ന ജനറേഷൻ ഈ ഉമ്മത്തിന്റെ വീക്കൻസുകൾ വിളിച്ചു പറയുമ്പോൾ അതിന്റെ കുറവാർക്കാണെന്നറിയോ? ആ വിഷയത്തിൽ സങ്കടപ്പെടുന്നതാരാണെന്നറിയോ? വിഷമിക്കുന്നതാരാണെന്നറിയോ? ഈ ഉമ്മത്തിന്റെ നേതാവ് മദീനയിലെ രാജകുമാരൻ റഹ്മത്തുൽ ആലമീൻ, ന്യൂനതകളില്ലാത്ത, വീക്കൻസുകളില്ലാത്ത, കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞതുപോലെ, ഓ ഹബീബേ, ലോകത്തൊരു ഉമ്മമാരും ആ അങ്ങയെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ പ്രസവിച്ചിട്ടില്ല നബിയെ, പ്രസവിക്കാനുമില്ല നബിയെ. അങ്ങയെ പോലെ ബുദ്ധി കൂർമ്മതയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല നബിയെ. അങ്ങയെ പോലെ ഭംഗിയുള്ള സൗന്ദര്യവാനായ ഒരു വ്യക്തിയെയും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നബിയെ. ന്യൂനതകളില്ലാത്ത, വീക്കൻസുകളില്ലാത്ത, അതേ കംപ്ലൈന്റുകളില്ലാത്ത അവിടുത്തെ ജീവിതകാലം മുഴുവനും എടുത്തു പരിശോധിച്ചാൽ നാളിന്ന് വരേക്കും അതേ മൂക്ക് താഴെയുള്ള ഒരു മനുഷ്യനും ആ നേതാവിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ ആ നേതാവിന്റെ ഉമ്മത്തിനെ കുറിച്ച് നെക്സ്റ്റൊരു കൗമ സമൂഹം ഇവിടെ വരുമായിരുന്നുവെങ്കിൽ ആ ഉമ്മത്തിന്റെ വീക്കൻസുകൾ, മുൻകഴിഞ്ഞ ഉമ്മത്തിന്റെ വീക്കൻസുകൾ നമ്മൾ പറയുന്നത് പോലെ നെക്സ്റ്റ് വരുന്ന ഉമ്മത്ത് വിളിച്ചു പറയുമ്പോൾ അത് ആ നേതാവിന് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്, അവിടുന്ന് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാൻ പാടില്ല. എന്റെ ഉമ്മത്തിന്റെ ന്യൂനതകള്, ഫളീഹത്തുകള്, അതിനെ വെളിപ്പെടുത്തുന്ന, അതിനെ മനസ്സിലാക്കുന്ന ഒരു കൗമിന് ഇവിടെ വരാൻ പാടില്ല. അതെന്റെ ഇമേജിന് കുറവ് വന്നു പോകും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്ര ഭാഗ്യവാന്മാരാ നമ്മള്. ഇനി ഈ ലോകം അവസാനിക്കുകയല്ലാതെ നമ്മളെ കുറിച്ച് ഇനി പറയുന്നവരാരുമില്ല. അതാർക്ക് നമ്പലപ്പെട്ടു പോകും? പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ വില മനസ്സിലാക്കിയിട്ടില്ല. ആനക്ക് ആനന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് നമ്മളെ വാല്യൂ മനസ്സിലായിട്ടില്ല. ആ നേതാവിനെ കുറിച്ച് മഹബത്ത് വെക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല, ഇല്ലേ? ആ നേതാവിനെ പിൻപറ്റാൻ, ആ നേതാവിനെ റോൾ മോഡലാക്കാൻ, ഫോളോ ചെയ്യാൻ നമുക്ക് മനസ്സില്ല. എന്റെ പെൺമക്കൾക്ക് മനസ്സില്ല, എന്റെ യുവാക്കൾക്ക് മനസ്സില്ല, എന്റെ യുവതികൾക്ക് മനസ്സില്ല, എന്റെ കാരണവന്മാർക്ക് മനസ്സില്ല. പഠിച്ചോ, അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ഓ നബിയേ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്. നിങ്ങൾ
നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നു എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്തിറങ്ങാൻ പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾ വിളിച്ചു പറഞ്ഞു, വല്ലാഹി ഇന്ന ലനുഹിബ്ബു റബ്ബനാ, അള്ളാഹനെ തന്നെയാണ് സത്യോ, ഞങ്ങളെ റബ്ബിനെ ഇഷ്ടം വെക്കുന്നവരാണ് എന്നവർ വാദിച്ചു പോവുകയാണ്. അല്ലേ, ഇന്നും ഒരു വിഭാഗമില്ലേ, നമുക്ക് അള്ളയാണ് വലുത്, ഖുർആനാണ് വലുത്, നമുക്ക് റസൂലുള്ള പ്രശ്നമല്ല, ആലിമീങ്ങളെ പ്രശ്നമല്ല, സയ്യിദന്മാര് പ്രശ്നമല്ല, മദ്ഹബിന്റെ ഇമാമങ്ങളെ പ്രശ്നമല്ല, മശായിഖന്മാര് പ്രശ്നമല്ല, അള്ളയാണ് വലുത് എന്ന് വാദിച്ചു പോകുന്ന ഒരു വിഭാഗത്തിനോട് നബി തങ്ങളോട് പറയുകയാണ്, ഓ നബിയേ, തങ്ങൾ പറഞ്ഞു കൊടുക്കണോ, അള്ളാനെ മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആ മഹബത്ത് കിട്ടണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്നറിയോ? ഫത്തബിഊനി, നിങ്ങൾ മുത്തബിഉർ റസൂലായി മാറണം. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? എന്താണോ ചെയ്ത് കാണിച്ചു തന്നത് അത് പകർത്തുക, അത് ചെയ്യുക. ഏതാണോ നോക്കണം പറഞ്ഞത് അത് നോക്കുക. എന്താണ് നിന്നോട് നോക്കണ്ടെന്ന് പറഞ്ഞത് നോക്കാനേ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നബി തങ്ങൾ കാണിച്ചു തന്ന ആ ഒരു റൂട്ട് അത് പിൻപറ്റുക. അതാണ് അള്ളാന്റെ മഹബത്ത് കിട്ടാനുള്ള മാനദണ്ഡം. ഞാൻ പറയട്ടെ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടം വെക്കും. അല്ലാഹ് നിങ്ങളെ ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു കരുണ ചെയ്യുന്നവനും മാപ്പ് കൊടുക്കുന്നവനുമാണ്. അല്ലേ, അതിന് അള്ളാന്റെ മഹബത്ത് നമുക്ക് വേണോ? അള്ളാന്റെ പൊരുത്തം നമുക്ക് വേണോ? ഖുതുബത്ത് എടുക്കുമ്പോഴും റാത്തീബ് എടുക്കുമ്പോഴും ഉംറാജി നമ്മള് ദഫ്റാത്തീബ് എടുക്കുമ്പോഴും എല്ലാം നമ്മൾ പറയും, ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി. 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ നമ്മൾ പറയാൽ എന്താ? ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി. എന്റെ പൊരുത്താ വേണ്ടത്, എന്റെ റിലയാണ് വേണ്ടത്. അല്ലേ, നമുക്കെല്ലാം അള്ളാന്റെ പൊരുത്താ വേണ്ടത്. പക്ഷെ അള്ളാന്റെ പൊരുത്തം നമുക്ക് കിട്ടണോ? എന്ത് ചെയ്യണം? അതിന്റെ മാനദണ്ഡം, അതിന്റെ പോയിന്റ് കിടക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക. തങ്ങളെ പിൻപറ്റാതെ ഒരു വ്യക്തിക്കും അള്ളാന്റെ പൊരുത്തം കിട്ടില്ല, ജയിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ മീലാദാഘോഷം നടത്തുന്നുണ്ട്, മൗലിദ് ഓതുന്നുണ്ട്. പണ്ടത്തെ പോലൊന്നല്ല, ബുർദന്റെ മജ്ലിസ് ധാരാളമുണ്ട്. അല്ലേ, ആശിഖീങ്ങൾ ധാരാളമുണ്ട്, മാദിഹീങ്ങൾ ധാരാളമുണ്ട്. ഒരു പാട്ട് പാടിയിട്ട് യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ മാദിഹാണ്, എന്നിട്ട് അവന്റെ പിക്ചറും ആ മാദിഹിന്റെ വീഡിയോ പെൺമക്കള് സ്റ്റാറ്റസ് വെച്ചിട്ട് പ്രൊഫൈല് വെച്ചിട്ട് ആനന്ദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടും? അന്യൊരു പുരുഷന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് മാദിഹാണ് അല്ലെങ്കിൽ ആഷിഖാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, പണ്ടത്തെ പോലല്ല. പണ്ട് ബുർദന്റെ മജ്ലിസൊക്കെ വളരെ കുറവാ. ഉസ്താദിനോട് ചോദിച്ചാൽ അറിയാം, സലാത്തിന്റെ മജ്ലിസ് കുറവാ, ഇതുപോലെ സൽക്രമത്തിന്റെ മജ്ലിസ് കുറവാ. പക്ഷേ ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാ ഉള്ളത്. കൽബിലേക്ക് തട്ടിയിട്ടുള്ള ഒരു ആശിക്കിനെയും കാണാൻ കഴിയുന്നില്ല, ഒരു മാദിഹിനെയും കാണാൻ കഴിയുന്നില്ല. നമ്മള് തലയിൽ ഓടി വരുന്നത് 2 പാട്ട് പാടി വെറുതെ പാടിയിട്ട് ആരെങ്കിലും ഉണ്ടോ? അവരെയാണ്. യൂട്യൂബ് തുറക്കാൻ സുബ്ഹാനല്ലാഹ്, കൊറോണ വിട്ടേച്ചു പോയ ഒരു ബലാ മുസീബത്താണ് ഓൺലൈൻ എന്ന കാര്യം. ഇന്നും സുബഹി മുതൽ രാത്രി വരേക്കും ഓൺലൈൻ മജ്ലിസുകളെ കൊണ്ട് തല്ലാണ്. ആ മജ്ലിസ്, ഈ മജ്ലിസ്, അങ്ങനെ ഇത് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അത് നേരമണ്ണോ ഇരുന്നിട്ട് ഓതാൻ കഴിയില്ല. പക്ഷേ മൊബൈൽ തുറന്നു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ വെള്ളം വെച്ചിട്ട് കുടിക്കുന്ന ഒരുപാട് നമ്മൾ അങ്ങനെ അഡിക്റ്റ് ആയിപ്പോയി. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ദിവസവും ഉള്ള കഥ, ഞാൻ ഏതാ ചാനലൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ മോശമായി മാറും. എൻ്റെ വീട്ടിലേക്ക്
രാവിലെ തന്നെ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ട് ഒരു പെണ്ണ് ഓടിയിട്ട് വരികയാണ്. ഒരു പരിഭ്രാന്തി പിടിച്ചിട്ട് ഒരു ഓൺലൈൻ നടത്തുന്ന ഉസ്താദിന്റെ പേര് പറഞ്ഞ് എനിക്ക് ആ ഉസ്താദിനെ ഇപ്പൊ കാണിച്ചു തരണോ? എനിക്ക് ആ ഓരോ പരിചയമൊന്നുമില്ല. ആലളകും പിന്നെ അപ്പളേ മറ്റേ എന്താ പറയാ പിരാന്താവുമ്പോഴല്ല പണ്ടത്തെ പാട്ടല്ല ഓർമ്മ വരാന്ന് പറഞ്ഞ മാതിരി അപ്പോഴാണ് എല്ലാം ഓർമ്മ വരിക. സുബ്ഹാനല്ലാഹ് ഓടിപ്പാഞ്ഞിട്ട് ഇതേ പാട്ട് അയാളെ കാണണം. മകൻ കൂട്ടിക്കൊണ്ടുവന്ന ഭർത്താവുണ്ട്, ആങ്ങളുണ്ട്, വാപ്പുണ്ട്. പറഞ്ഞ് എന്താ സംഭവം ചോദിച്ചു. ഒന്നുമില്ല, ഈ പെണ്ണ് 24 മണിക്കൂറും ഈ ഒരു ചാനലിന് മുമ്പിൽ ഇരിക്കണ. ചാനൽ ഒന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നൊന്ന് ഊർക്ക് പിടിച്ചു പോലെ, അത് ഞാൻ പറയുന്നില്ല. ഇത് അഡിക്റ്റായി പോയി. ഒരു നിലക്കും അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത രൂപത്തിൽ ഈ പെണ്ണതിൽ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഒരേ ഒരു ചിന്ത, എനിക്ക് അയാളെ കാണണം. എന്നിട്ട് ഓടി വന്നിട്ട് പറയാ, ഉസ്താദെ തങ്ങളെ വേഗം എന്നെ നിങ്ങൾ അയാളെ അടുത്തേക്ക് എത്തിക്കണോ? ആ പേര് ഞാൻ പറഞ്ഞില്ല. ഫുലാനാണ് മനസ്സിലാക്കിക്കോളി, ആരായാലും വേണ്ടില്ല. ഞാനിപ്പോ എന്തിന്നില്ല പറയുന്നില്ല. ഒരു നിലക്കും സുബ്ഹാനല്ലാഹ് അവിടെ ആ ചാനൽ തുറന്നു വെച്ചിട്ട് ഉച്ചത്തില് ആ പ്രഭാഷണവും ദിക്റും സലാത്തും കേൾക്കുക. ഒരു നിലക്കും പോകുന്ന പരിപാടിയില്ല. 2-3 മണിക്കൂർ അവിടെ തന്നെ. പിന്നെ അടിയും പിടിയൊക്കെ ആയിട്ട് മക്കളും ഭർത്താവെല്ലാം കൂട്ടിക്കൊണ്ടുപോവാ. എന്താ അതിൽ നമ്മൾ അഡിക്റ്റ് ആയി പോയി. കഞ്ചാവിനും മയക്കുമരുന്നൊക്കെ അഡിക്റ്റ് ആകുന്നില്ല ഇതുപോലെ. പിന്നെ ഊണുമില്ല, ഉറക്കമില്ല, നിസ്കാരമില്ല, നോമ്പുമില്ല, ദിക്റുമില്ല, സലാത്തില്ല. 24 മണിക്കൂറും ഈ ചാനലിന്റെ മുന്നിൽ. ഇതാണ് നമുക്ക് കൊറോണ തന്ന വലിയ മുസീബത്ത്. അല്ലാഹു നമ്മളെ കാത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. എല്ലാം വേണോ? അതിനൊക്കെ ഒരു പരിധി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആരും പെട്ടുപോവാൻ പാടില്ല, അല്ലേ? എന്തേ നേരാൻ മണ്ണ് ഇരുന്നിട്ട് അദ്ദാദിന്റെ ഏടങ്ങ് തുറന്നു വെച്ചിട്ട് അദ്ദാദ് ചെല്ലിയാൽ എന്തേ ആകാശം വീണ് താഴെ വീഴുവോ? ഇല്ല. ഇതൊന്നില്ലാതെ ഓൺലൈനിൽ തന്നെ പിടിവാശി പിടിക്കുന്നത് എന്തിനാ? അതിന്റെ സന്ദർഭം വരുമ്പോ ആ രൂപത്തിൽ അന്ന് വേണ്ടി വന്നു, അല്ലേ? നിങ്ങൾ നോക്കൂ, മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവിടുത്തെ ബേജാറുകളും വിഷമങ്ങളും അല്ലാ പെട്ടെന്ന് നീ തീർത്തു കൊടുക്കണമല്ല. ആയുരാരോഗ്യം നൽകണമല്ല. മല പോലെ വന്ന രോഗങ്ങളൊക്കെ മഞ്ഞുപോലെയാക്കി ഈ ഉമ്മത്തിന് കുറെ കാലം നേതൃത്വം കൊടുക്കാൻ ഇനിയും നീ ഭാഗ്യം നൽകണമല്ലോ. കൊറോണ കാലത്ത് ശൈഖുനാന്റെ സുൽത്താനുൽ ഉലമയുടെ ചാനലില്ലായിരുന്നില്ലേ? അവിടുത്തെ ക്ലാസ് ഉണ്ടായിരുന്നില്ല ദിവസവും? ഇല്ലേ? ഉണ്ട്. ഇഹ്യ പോലെയുള്ള ഗ്രന്ഥങ്ങള്, ആധ്യാത്മിക അല്ലേ ക്ലാസുകൾ നടന്നിരുന്നു. പക്ഷെ ആ ചാനലിലൊന്നും വ്യൂവേഴ്സ് ഇല്ല. വയല് കേൾക്കലും ഉപദേശം കേൾക്കുന്നുണ്ട്. വളരെ ഇഖ്ലാസിന്റെ നിഷ്കളങ്കരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുമ്പോ അത് കേൾക്കാനല്ലേ ആള് വേണ്ട. നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിക്കാൻ പറയാ. അത് കേൾക്കാനല്ലേ ആള് വേണ്ടത്. ആ ചാനലിന്റെ മുന്നിലല്ലേ നമ്മളല്ലേ ഇരിക്കേണ്ടത്. പക്ഷെ അതിനൊന്നും ആളില്ല. ഉസ്താദിന്റെ ചന്ത, ഉസ്താദിന്റെ കണ്ണട, ഉസ്താദിന്റെ മീട്, ഉസ്താദിന്റെ തലയെക്കിട്ട്, ഉസ്താദിന്റെ പെഞ്ഞായി മക്കള് കുട്ടികൾ എന്നിട്ട് കമന്റ് ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് അതിന്റെ ബേക്കിലാണ് ആളുള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കുമാറാവട്ടെ. നിഷ്പക്ഷമായി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ സുൽത്താനുൽ ഉലമ 2-3 മാസക്കാലത്തോളം ഇടതടവില്ലാതെ ഇഹ്യ പോലെയുള്ള ഗ്രന്ഥങ്ങള്, ആധ്യാത്മിക നിർദ്ദേശങ്ങൾ തന്നപ്പോൾ അതിനാരും കാതുകൊടുക്കാൻ ആളില്ല. പക്ഷേ ഇന്നലെ മിനിയാന്ന് വളർന്നു വന്ന യുവമിത്രങ്ങളുടെ ബേക്കിൽ അവരെ ചന്തം കണ്ടിട്ട് എന്തോ ദുരുദ്ദേശത്തോടെ വിവരിച്ചുണ്ട് എങ്കിൽ ഇത് ഹക്കാണെന്ന് പറയാൻ, ഇത് ന്യായമാണെന്ന് പറയാൻ ആലിമീങ്ങൾക്ക് കഴിയുമോ? അതിനൊക്കെ സാധിക്കുമോ? അതെ, പറഞ്ഞുകൊണ്ടുവരുന്നത് ധാരാളം ഇന്ന് മജ്‌ലിസുകളുണ്ട്. പക്ഷെ ഒന്നുമില്ല. ഖൽബിക്ക് തട്ടിയ മാദിഹില്ല, ആശിഖില്ല. വളരെ കുറവാണ്. എന്താണ് കാരണം എന്നറിയോ? നമ്മളെല്ലാം മങ്കുസ് മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട്, അല്ലേ? ബുസൂരി തങ്ങളുടെ അവതരിപ്പിക്കാറുണ്ട്, അല്ലേ? കുണ്ടൂർ അബ്ദുൽ ഖാദിർ ഉസ്താദിന്റെ അവിടുത്തെ ബെയ്ത്ത് പാടാറുണ്ട്. പക്ഷേ ഇതെന്താണ് പറയുന്നത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? ഇതിന്റെ സാരാംശവും വ്യാഖ്യാനവും അതേ ഈ ആരുടെ മഹത്വമാണ്
എന്ന് ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയെക്കുറിച്ച് വേണ്ടതുപോലെ ബോധോദയം ഈ ഉമ്മത്തിന്റെ ഖൽബിലില്ല. അഥവാ ഒരു വ്യക്തിയെക്കുറിച്ച് വേണ്ടതുപോലെ പഠനം നടത്തുമ്പോഴാണ് ആ വ്യക്തിയോട് മഹബത്ത് നമ്മളെ ഖൽബിൽ വരുന്നത്. ആ പഠനം ഇന്നില്ല. പിന്നെ ബുർദ പാടുന്നുണ്ട്, മങ്കൂസ് മൗലൂദ് നമ്മൾ പാടുന്നുണ്ട്, ചെല്ലുന്നുണ്ട് അല്ലേ? അതെല്ലാം ഒരു ഉദയവാണി വായിച്ച വായിക്കുക. എന്താണ് ഈ പറയുന്നത്? പറയുന്ന ആർക്കും അറിയില്ല, കേൾക്കുന്ന ആർക്കും അറിയില്ല. മൗലൂദിന്റെ സദസ്സ് എല്ലായിടത്തും ഉണ്ട്. മൗലൂദുണ്ട്. അൽഫാത്തിയ വിളിച്ചാൽ ടേബിളുമ്മൽ ചോറാണ്ട് നിറഞ്ഞ് പിന്നെ വേറൊന്നും നോക്കാനില്ല. ആ മൗലൂദിന്റെ സദസ്സിൽ ഇരുന്നിട്ട് മൗലൂദ് കേൾക്കാനും അതിന് ജവാബ് ചൊല്ലാനും നമ്മൾ മനസ്സ് കൊടുക്കുന്നില്ല. കാരണം എന്താ? അതിന്റെ മഹത്വം എന്താണെന്നറിയില്ല, ഇത് എന്തിനാ ചെല്ലുന്നതെന്നറിയില്ല, ആരാ ഇതിന്റെ രചയിതാവെന്നറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മങ്കൂസ് മൗലൂദ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത്. ഇതിനേക്കാൾ അപ്പുറം മൗലൂദ് ഉണ്ടോന്നും അറിയില്ല, ഷറഫലനാം ഉണ്ടോന്നും അറിയില്ല, സുബ്ഹാന മൗലൂദ് ഉണ്ടോന്നും അറിയില്ല, ബർസജ് ഉണ്ട് എന്നറിയില്ല, ജാല മുഹമ്മദ് ഉണ്ടോന്നും അറിയില്ല. എന്താണ് അതിലെല്ലാം പറയുന്നത് നമുക്കറിയുന്നില്ല. ഇതെല്ലാം അതൊരു ചടങ്ങായിട്ട് കൊല്ലം ഇങ്ങനെ നടന്നു പോവുക എന്നല്ലാതെ ഹബീബിനെ കുറിച്ച് വേണ്ടതുപോലെ ഒരു ക്യാമ്പയിൻ വെച്ച് പഠനം കൊടുക്കാൻ, ചരിത്രങ്ങള് ഹിസ്റ്ററികള് പഠിപ്പിച്ചു കൊടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുന്നാര നബി തങ്ങളോടുള്ള മഹബത്ത് നമ്മളെ ഖൽബിലേക്ക് കയറിയിട്ടില്ല, തട്ടിയിട്ടില്ല. ഒരാളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴല്ലേ മഹബത്ത് വരുന്നതും. ഒരു ഖബർ സിയാറത്തിന്, ഔലിയാക്കന്മാർ ഒരു ഖബർ സിയാറത്തിന് പോകുമ്പോൾ ആ വ്യക്തിത്വത്തെക്കുറിച്ച് ആ അമീർ കൊണ്ടുവന്ന ആള് നല്ല പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ വല്ലാത്തൊരു ഗൗരവ. മഹാൻ അങ്ങനെയാണ്, വലിയ കറാമത്തിന്റെ ഉടമയാ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ആദരവ് നമ്മളെ ഖൽബിൽ വരും. ഇതൊന്നുമില്ല. ഇവിടെ പോയിട്ട് അസ്സലാമു അലൈക്കും അതാറകൗമീൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതല്ലാതെ പോയത് ഓർമ്മ ഉണ്ടാവില്ല, വന്നതും ഓർമ്മ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ? ചെല്ലുന്നത് എന്താ നമുക്കറിയില്ല, കേൾക്കുന്നത് എന്താ നമുക്കെന്നറിയില്ല. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഞാൻ പറയട്ടെ, അവലം ബിദാത്തി, എന്റെ നഫ്സിനോടും സാനിയം ബില്ലർലി, എന്റെ ശ്രോതാക്കളോടും പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവണോ? ഉമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? യുവാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? റബീഉൽ അവ്വൽ വരുമ്പോൾ എന്റെ മിഹ്റാജുൽ ഹുദാ ഓൾഡ് സ്റ്റുഡൻസിന്റെ നേതാക്കന്മാര് കേൾക്കണോ? ഒരു മാസത്തെ ക്യാമ്പയിന് അല്ലെങ്കിൽ 12 ദിവസത്തെ ക്യാമ്പയിന്, ഒരു മങ്കൂസ് മൗലിദ് വ്യാഖ്യാനോ, അത് കഴിഞ്ഞിട്ട് ജാല മുഹമ്മദിന്റെ വ്യാഖ്യാനോ, അത് കഴിഞ്ഞിട്ട് സുബ്ഹാന മൗലിദിന്റെ വ്യാഖ്യാനോ, എല്ലാം ഈ നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഉമ്മമാർക്ക് ഉമ്മാമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഉപ്പാപ്പമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? യുവാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? വളരട്ടെ, വളർന്നു വരട്ടെ, മാറ്റം വരട്ടെ, ചേഞ്ചിങ് വരട്ടെ. ഈ പറയുന്നത് എന്താണ്? ഓതുന്നത് എന്താണ്? അങ്ങനെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്, ആ ഹബീബിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഖൽബിലേക്ക് കയറി വരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് കൽപ്പുറ്റ പണ്ഡിതന്മാർ ഇവിടെ ഇല്ലേ? ഫൈസി ഉസ്താദിനെ പോലെയുള്ള, സഖാഫി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട്. നമ്മൾ സമയം കണ്ടെത്തിയാൽ മതി, വേറൊന്നും വേണ്ട. അതെല്ലാം വിശദീകരിച്ച് ഉസ്താദ്മാര് വ്യാഖ്യാനം തരുമ്പോൾ നിങ്ങൾ അത്ഭുത പരതന്ത്രരായി മാറും. ഈ ലോകത്തല്ല നിങ്ങൾ അത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിദ് ജാല മുഹമ്മദിൽ ഒരു ഹദീസ് ഉണ്ട്. കണ്ണിനെ കുറിച്ച്, അവിടുത്തെ കാതിനെ കുറിച്ച്, അവിടുത്തെ മൂക്കിനെ കുറിച്ച്, അവിടുത്തെ ചുണ്ടിനെ കുറിച്ച്, അവിടുത്തെ തലയെ കുറിച്ച്, കയ്യിനെ കുറിച്ച്, കാലിനെ കുറിച്ച്, ഉദരത്തെ കുറിച്ച്, അവിടുത്തെ ചർമ്മത്തെ കുറിച്ച് ഓരോരോ പാർട്സിനെയും വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ കണ്ണിന്റെ ഒരൊറ്റ പ്രത്യേകത ഞാൻ പറയാ. ഓ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെല്ലാം മുന്നിലുള്ളതാണ്, മുന്നിക്ക് തിരിയുമ്പം കാണുള്ളൂ. ബാക്കത്തെ കാണെങ്കിൽ ബാക്കോട്ട് തിരിഞ്ഞു നോക്കണം. എനിക്കിപ്പോൾ ബാക്കിലുള്ള ആരും കാണുന്നില്ല. കാരണം എന്താ? ഞാൻ മുന്നോട്ടാ തിരിഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് അങ്ങനെയല്ല. മുന്നിലുള്ളത്, മുമ്പിലുള്ളത് എങ്ങനെ കാണുന്നോ അതുപോലെ സ്പോട്ടിൽ ആ ബാക്കിലുള്ളവരെയും കാണാനുള്ള പവർ ഹബീബിന്റെ കണ്ണിനുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ ആ വിഷയം അവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് പഠിക്കണം, മനസ്സിലാക്കണം, അത് അന്ത്യനാൾ വരെ നിലനിൽക്കണം. അപ്പോഴാണ് എന്റെ നേതാവ് ആരാണ്, ആ നേതാവിനോടുള്ള മഹബത്ത്, ആ നേതാവിനോടുള്ള ഇഷ്ക് നമ്മളെ ഖൽബിൽ കയറി വരുന്നുള്ളൂ. അല്ല എങ്കിൽ മദ്ഹ് പാടും 12 മണി 1 മണി 2 മണി വരെ, പിന്നെ കടന്നുറങ്ങും. എണീക്കൽ 10 മണിക്കാരും സുബഹിയും കളാക്കിയിട്ട്. ഇത് നേതാവ് ഇഷ്ടപ്പെടുവോ? ഇവനെ കുറിച്ച് മാദി എന്ന് പറയാൻ പറ്റുമോ? ഇവനെ കുറിച്ച് ആശിക്ക് എന്ന് പറയാൻ പറ്റുമോ? നമുക്കിപ്പോ ആശിക്കും മാദിഹ്യമൊക്കെ ബായിൽ വേണ്ടിയതുപോലെ ആരെയും പറയാം. ലോകത്ത് കഴിഞ്ഞു പോയ മാദിഹ്യങ്ങൾ ആശിക്കങ്ങളൊക്കെ ചരിത്രം കേട്ടെങ്കിൽ നമ്മള് മൂക്കത്ത് വിരൽ വെച്ചു പോവും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ലോകത്തെ ആശിക്കങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആശിക്കാര്, ഹബീബിനെ കണ്ട മനസ്സിലാക്കിയ അബൂബക്കർ തങ്ങളെ പോലെയുള്ള ആരും ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ ആശിക്കിനെ പറ്റി പറയാൻ ആരില്ല. അബൂബക്കർ തങ്ങളെ കുറിച്ച് പറയാൻ, ഉമർ ഫാറൂഖിനെ കുറിച്ച് പറയാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറയാൻ, അല്ലേ? മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറയാൻ. അള്ളാന്റെ ഹബീബ് വഫാത്തായപ്പോ സങ്കടത്താൽ പിന്നെ അവിടെ നിന്നിട്ടില്ല, സിറിയയിലേക്ക് നാട് വിട്ടുപോയി. ഒരു കാലത്ത് നിങ്ങളെ കാണാനും ഹസൈനാർ ഹുസൈനാർ തങ്ങളെല്ലാം കാണാനും അവിടുത്തെ ഉപദേശപ്രകാരം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ ബാങ്ക് ഒന്ന് കേൾക്കണോ? മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു മുഅദ്ദിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅദ്ദിനല്ലേ, കറുത്ത ബിലാൽ. അവിടുന്ന് ബാങ്ക് കൊടുത്ത് നിർബന്ധ പ്രകാരം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിലെ പെൺകുടിമാര് മുഴുവനോ ഉമ്മമാര് മുഴുവനോ ഓടി വരികയാണ് മദീനയിലേക്ക്. അല്ലാഹ് പുന്നാര നബി തങ്ങൾ ഹയാത്തായിട്ട് ഖബറിൽ നിന്ന് വന്നോ. ആ ബിലാൽ തങ്ങളെ ബാങ്കല്ലേ കേൾക്കുന്നത്. എന്തോ ഒരു പുതിയ കാലത്തിലേക്ക് ഒരു മടങ്ങിപ്പോയ ഒരു അവസ്ഥ എല്ലാവർക്കും പ്രതീതി ഉദിച്ചു. എല്ലാരും ഓടി വന്ന് ബിലാൽ തങ്ങളെ ബാങ്കല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് ഹയാത്തിൽ വന്നോ. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ സാധിക്കാതെ ബോധം കെട്ട് വീണുപോയി മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല. ഇതാണ് ഇഷ്ക് മക്കളെ, ഇതാണ് ഇഷ്ക്, ഇതാണ് മഹബത്ത്, അല്ലേ? ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇമാം അബൂ ഹനീഫ തങ്ങള്, മഹാനായ മാലിക് തങ്ങള് മദീനയിൽ ചെരുപ്പിട്ട് നടക്കാറില്ല. എന്താ കാരണോ? കിടക്കുന്നത് ആരാ? മദീനയിലെ മണ്ണില് പുന്നാരപ്പൂവായ മുഹമ്മദ് റസൂലുള്ളാഹി. ഭൂനിപാതങ്ങള് മദീനയിൽ വന്ന മലമൂത്ര വിസർജനം നടത്താറില്ല. 10-15 ദിവസം ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ. എന്താ കാരണോ? ഈ അബൂ ഹനീഫയുടെ മൂത്രം തട്ടിയിട്ട് മദീനയിലെ മണൽത്തരി മലീമസപ്പെട്ടാൽ ആ മണൽത്തരി ഏതാണെന്നറിയോ? അതേ പാവപ്പെട്ട അബൂ ഹനീഫയുടെ മൂത്രം തൊട്ട് മലീമസമായ മൂത്രത്തെ തൊട്ട് അതിനെ ടച്ച് ചെയ്ത മണ്ണ്, ആ മണ്ണിനെ ടച്ച് ചെയ്ത മണ്ണ്, ആ മണ്ണിനെ ടച്ച് ചെയ്ത മണ്ണ് അവസാനം എത്തുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരം തൊട്ട മണ്ണല്ലേ. അതുകൊണ്ട് ഈ മദീനയിൽ മൂത്രമൊഴിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ ആശിക്കീങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ യുവാക്കളെ, യുവതികളെ? വൈസുൽ ഖർനി തങ്ങള് പല്ല് മുഴുവനും കുത്തിപ്പൊട്ടിച്ചില്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിന് വേണ്ടി? ഇതല്ലേ ആശിക്കീങ്ങള്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു, അല്ലേ? അവിടുത്തെ മഹബത്ത് ഒക്കെ തോണ്ടിപ്പോവാ. മഹബത്ത് കാരണോ? സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ആലപിച്ച ആ പദ്യം കാരണം നബി തങ്ങളെ ശറഫാക്കപ്പെട്ട കൈ ഖബർ ഷരീഫ് ഹുജറത്തു ഷരീഫിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്തില്ലേ? വേണ്ടതുപോലെ മുത്തി മണക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വലിയല്ല മഹാനായ സുൽത്താനുൽ ആരിഫീന വൽ ആശിഖീൻ അഹ്മദുൽ കബീർ തങ്ങള്. ഇവരെ കുറിച്ച് ആശിക്കും മാദിയും പറയാൻ അവരത്തെ പറയാനൊന്നും നമുക്ക് ആർക്കും സമയമില്ല, അല്ലേ? ഇങ്ങനെ ലോകത്ത് എത്ര മാദിഹ്യങ്ങളാ, എത്ര ആശിക്കീങ്ങളാ കഴിഞ്ഞു പോയത്. നമ്മളൊരു പാട്ട് പാടുമ്പോൾ മാദിയായി ആശിക്കായി, പിന്നെ അവനക്കില്ലാത്ത സ്ഥാനമില്ല, ബഹുമാനമില്ല, അവനക്ക് മെമന്റ് കൊടുക്കാനും സാലിടാനും മണ്ണാങ്കട്ടക്കൊക്കെ നമ്മൾ റെഡിയാ. പക്ഷേ യഥാർത്ഥ ആശിക്കീങ്ങളെ മറക്കല്ലേ.
ഇഷ്കന്താണെന്നറിയാതെ പോവല്ലേ, മഹബത്ത് എന്തെന്നാണ് അറിയാതെ പോവല്ലേ, ഹുബ്ബെന്താണെന്നറിയാതെ പോവല്ലേ. അതേ ഹബീബിനെ കുറിച്ച് പഠിച്ചോ. ഒരു പുതിയ ക്യാമ്പയിൻ എന്റെ മിഅ്റാജുൽ ഹുദയുടെ പേരിൽ നടക്കട്ടെ. അടുത്ത വർഷം മുതൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ആ പുന്നാര നബി തങ്ങളെ ആയത്ത് പൂർത്തീകരിച്ച് നിർത്തുകയാണ്. ഹബീബിന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ ആദ്യം നബി തങ്ങളെ പഠിക്കുക, എന്നിട്ട് മഹബത്ത് കരഗതമാക്കുക. ആ മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയെ നമ്മൾ പിൻപറ്റാൻ തയ്യാറ്. ഓട്ടോമാറ്റിക്കായി നമ്മൾ പിൻപറ്റും. ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് നോക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത്, എന്താണ് അവിടുത്തെ ഉപദേശങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ മൂവ്മെന്റ്, സാധുക്കളോട് എങ്ങനെയാണ്, ഭാര്യമാരോട് എങ്ങനെയാ, മക്കളോട് എങ്ങനെയാണ്, അല്ലെ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടുത്തെ A to Z കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഓട്ടോമാറ്റിക്കായി നമുക്ക് കഴിയും. എന്ത് ചെയ്യണം? അതിന്റെ മാനദണ്ഡം ഹബീബിനെ കുറിച്ച് പഠിക്കുക. രണ്ടാമതായി അവിടുത്തെ മഹബത്ത് വെക്കുക. മഹബത്ത് വരുമ്പോൾ നിർബന്ധമായി നമ്മളെ ഖൽബിലേക്ക് മഹബത്ത് വരുമ്പോൾ ആ ഹബീബിനെ പിൻപറ്റാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, അത് കാരണം മഹബത്ത് ഖൽബിലേക്ക് വന്നിട്ടില്ല, അങ്ങനെ നമ്മൾ പിൻപറ്റുന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാന്റെ ഹബീബിനെ പിൻപറ്റാതെ അള്ളാന്റെ പൊരുത്ത് നമുക്കില്ല, ഈമാൻ നമുക്ക് കരഗതമല്ല. അല്ല, അറിയണം, ലാ ഈമാന ലിമൻ ലാ മഹബത ലാ. പുന്നാര നബി തങ്ങളെ മഹബത്ത് ഇല്ലേ, ഈമാൻ പൂർണ്ണല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി അത് കരഗതമാക്കണം. അതിന് നമ്മൾ തയ്യാറെടുപ്പ് നടത്തുക, അതിനൊരു പരിശ്രമം നമ്മൾ നടത്തുക. അതല്ലാതെ ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ മുഹിബാണ്, വലിയ ആശിക്കാണ് എന്ന് നമ്മൾ സ്വന്തം വാദിച്ചു പോയത് കൊണ്ട് ഒരു ഉപകാരമില്ല. നബി തങ്ങൾ എങ്ങനെയാണ് ഹെയർ കട്ടിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മുടെ മദ്രസ എല്ലാം 10 ക്ലാസ് 12ാം ക്ലാസ് വരെ ഉണ്ടോ? സെക്കൻഡറി അല്ലേ, +2 വരെ ഇല്ലേ? മക്കളെ ഹെഡ് തലയൊന്ന് പരിശോധിച്ചാല്, തൊപ്പി ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം മക്കളെ ഹെയർ കട്ടിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്. കാരണം എന്താ? കൊച്ചുമക്കളെ വാപ്പമാര് ഉമ്മമാര് സെലൂണിൽ കൊണ്ടുപോയി, അല്ലെ, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഏതോ നടന്മാരെ അല്ലെങ്കിൽ ഏതോ ക്രിക്കറ്റ് താരങ്ങളെ ഒരു ഫോട്ടോ കാണിച്ചു പറയും, ഈ കോലത്തിലായി വരണോ, ഈ രൂപത്തിലായി വരണോ. ഉസ്താദുമാര് പറയും ഇതൊന്നും ശരിയല്ല മോനെ, നല്ല മുടി എടുത്ത് വരണോ. കുഞ്ഞു പോയിട്ട് പിറ്റേന്ന് ചുറ്റും വരണ്ടിയിട്ട് മുകളിലൊരു തൊപ്പി വെച്ച് വരും. ഉസ്താദ് വിചാരിക്കോ മുടിയെല്ലാം ചെറുതാണ്, തൊപ്പി എടുത്ത് നോക്കുവോ? ഇല്ല, മുകളിലെടുത്ത് നോക്കിയാൽ കഥകൾ അറിയുന്നത്. ഒരു ഭാഗം ചെറുത്, ഒരു ഭാഗം വലുത്, എലി പപ്പടം കടിച്ച മാതിരി കുറച്ച് ചെറുത്, കുറച്ച് വലുത്, കുറച്ച് ഇങ്ങനെ ഈ മുള്ളിന്റെ കൂന നിൽക്കുന്നത് മാതിരി നിൽക്കും. ക്രോപ്പ് ചെയ്യൽ പുന്നാര നബി തങ്ങളെ വിരോധിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വബിയൻ, ഒരു കുട്ടിയെ നബി തങ്ങൾ കണ്ട്, ഒരു കുട്ടിയെ നബി തങ്ങൾ കണ്ട്. എങ്ങനെയെന്നറിയോ? അവിടുത്തെ തലമുടിയിൽ നിന്ന് അല്പം കളഞ്ഞിരിക്കുന്നു, കട്ട് ചെയ്തിരിക്കുന്നു. വഖദ് തുരിക്ക ബഅ്ളു റസി, ബാക്കി അങ്ങനെ തന്നെ വിട്ടിരിക്കുന്നു. കുറച്ച് കട്ട് ചെയ്ത് കുറേ ഭാഗമെല്ലാം ചുരണ്ടി വെച്ച് കുറച്ച് ബാക്കി വെച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട പിന്നെ വിധങ്ങൾ പറഞ്ഞു, അഹ്ലിക്കൂക്കുല്ല അവുത്രക്കൂക്കുല്ല, ഒന്നുങ്ങൾ കംപ്ലീറ്റ് വിടണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് എടുക്കണം. അതല്ലാത്തൊരു കോലം നിങ്ങൾക്ക് വേണ്ട, ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, അതെന്റെ ഇത്തിബായിൽ പെട്ടതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊരു ഫോർ എക്സാമ്പിൾ. ഇതൊന്നും നമ്മൾ തയ്യാറല്ല, നമ്മൾ ഇതൊക്കെ തയ്യാറല്ല. പിന്നെ നമ്മൾ എങ്ങനെ മുത്തബിയാവും, നമ്മൾ എങ്ങനെ മുഹിബാവും, നമ്മൾ എങ്ങനെ മുഅ്മിനായി മാറും? കഴിയില്ല. കഞ്ചാവും മയക്കുമരുന്നുകളും, അല്ലേ, ഇതെല്ലാം ഇന്ന് സർവ്വസാധാരണ വ്യാപിച്ച വലിയ ബലാ മുസീബത്താണ്. നമ്മൾ സ്കൂളുകളെ മക്കളെല്ലാം പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഏത് അപകടം, ഏത് മുസീബത്ത്, നരബലിയെല്ലാം നടക്കുന്ന ഇപ്പം വലിയ ചർച്ചാ വിഷയല്ലേ. എന്താ അതിന്റെ ബേക്കിലുള്ള മുഴുവൻ കാരണം? സർവ്വ കള്ളത്തരത്തിന്റെ, വഞ്ചനയുടെ, വ്യഭിചാരത്തിന്റെ, റേപ്പ് കേസിന്റെ, ടെററിസത്തിന്റെ, ഉഗ്രവാദത്തിന്റെ കാരണം എന്താ? എല്ലാത്തിന്റെയും മിഫ്താഹു കുല്ലി ശർറ് എന്താ? അൽ ഖംറു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാത്തിന്റെ മയക്കുമരുന്ന.
പുന്നാര നബി തങ്ങൾ പണ്ടേ എതിർത്തതാ. അതുകൊണ്ട് നമ്മൾ മക്കൾ പോവരുത്, ഇവിടെ അങ്ങനെ ആരുമില്ല. ഇതൊക്കെ ഇത്തിബാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ ടെററിസം, ഉഗ്രവാദം, ഭീകരവാദം അല്ലേ, സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് അന്യാണ്, ഇസ്ലാമിൽ ഇല്ല. മദ്രസകൾ മുഴുവനും ഉഗ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് ഭരണകൂടങ്ങളും നേതാക്കളും മുഴുവനും ഇൻകിലാബ് വിളിക്കുമ്പോൾ, നാഴികക്ക് 40 വട്ടം പ്രസംഗിച്ച് നടക്കുമ്പോൾ അത്യുച്ചത്തിൽ നമുക്ക് പറയാം, നമ്മുടെ നേതാവ് തീവ്രവാദത്തിന്റെ നേതാവല്ല, ഭീകരവാദത്തെ, ഉഗ്രവാദത്തെ, ടെററിസത്തെ നഖശികാന്തം എതിർത്ത സൗഹാർദ്ദവും സ്നേഹവും ഐക്യവും സന്തോഷവും സമാധാനവും ലോകത്ത് കൈയാളിയ ഒരേ ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശ ഭേദമന്യേ ഈ അന്ധകടാഹത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവ്വ മക്കളോടും ഒരുപോലെ പെരുമാറണം എന്ന് പഠിപ്പിച്ച നേതാവ്. അൽ ഖൽഖു ഇയാലുല്ലാഹ് ഫഅഹ്സനുൽ ഖൽഖി ഇലല്ലാഹി അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അഹ്സനുഹും ഇലാ ഇയാലി. ലോകത്തുള്ള സർവ്വ മക്കളും മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ അടിയാറുകളാണ്. ആ അടിയാറുകൾക്ക് ആര് കൂടുതൽ നന്മ ചെയ്യുന്നോ അവനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പഠിപ്പിച്ച നേതാവ്. മതം നോക്കണ്ട, ഒരു ഹിന്ദുവിന്റെ മനസ്സും വേദനിപ്പിക്കണ്ട, ഒരു ജൂതന്റെ മനസ്സും വേദനിപ്പിക്കണ്ട, ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സും വേദനിപ്പിക്കല്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഉഗ്രവാദം ഇസ്ലാമിലില്ല, ഭീകരവാദം ഇസ്ലാമിലില്ല. മദ്രസ പാഠപുസ്തകങ്ങൾ A to Z മുഴുവനും മക്കളുടെ പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഇതര മത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, മദ്രസ പാഠപുസ്തകങ്ങൾ മുഴുവനും എല്ലാ ഭാഷയിലുണ്ട്. കന്നഡയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഉറുദുവിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഏതെല്ലാം ഭാഷയുണ്ടോ എല്ലാം ഉണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തുറന്നു നോക്കാം, പരിശോധിച്ചു നോക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന്, ഐക്യത്തിന്, സന്തോഷത്തിന്, സമാധാനത്തിന്, ദേശദ്രോഹത്തിന് വേണ്ടിയിട്ട് വല്ല കലിമത്തും വല്ല വേർഡ്സും ഈ മക്കളെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ഇലാ യൗമിൽ ഖിയാമ അത് നിങ്ങൾക്ക് ഈ ഖിയാമത്ത് നാൾ വരെ അതിനെ കാണിച്ചു തരാൻ കഴിയില്ല. അത്രത്തോളം നീതിയുക്തമായ സൗഹാർദ്ദത്തിൽ ഊട്ടപ്പെട്ട, സ്നേഹത്തിൽ ഊട്ടപ്പെട്ട പാഠ പദ്ധതികളാണ് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരും വേദനിപ്പിക്കരുത്, എല്ലാവരോടും സൗഹാർദ്ദം, എല്ലാവരോടും സ്നേഹം. പക്ഷെ ആരോ എന്തോ ദീൻ പഠിക്കാത്ത, മതം പഠിക്കാത്ത വിഭാഗം അന്തിച്ചർച്ചയ്ക്ക് ചാനലിൽ ഇരുന്നിട്ട് അരപ്പടിപ്പുകാരൻ താടി നീട്ടിയിട്ട് വലിയ കുപ്പായ ഇട്ടിട്ട് വന്നിട്ട് പഠനം പൂർത്തിയാക്കാതെ, മതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ചാനൽ വന്നിട്ട് ചർച്ചയ്ക്ക് വരുന്ന അവൻ പുലമ്പുന്ന കാര്യങ്ങൾ അത് ദീനാന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ദീൻ മനസ്സിലാക്കേണ്ടത് ആലിമ്യങ്ങൾ, ഉസ്താദുമാരെ പോലെയുള്ള, അവരുടെ മുകളിൽ കാലിമാരെ പോലെയുള്ള ആധികാരിക സംഘടനകളായ ഈ ഉമ്മത്തിന്റെ പണ്ഡിത സഭകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് രംഗത്ത് വരാം. അതല്ലാതെ ആരെങ്കിലും മതം പഠിക്കാത്ത ഇസ്ലാമിന്റെ നാമധാരികൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അത് ഈ ഉമ്മത്തിന് സഹിക്കില്ല. ഈ മതം പഠിക്കാത്ത വിഭാഗം അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഹിന്ദുക്കളിലുണ്ട്, ജൂതന്മാരിലുണ്ട്, ക്രിസ്ത്യന്മാരിലുണ്ട്, ജൈനരിലുണ്ട്, സിഖുകാരിലുണ്ട്. മതം പഠിക്കാത്ത ഒരു വിഭാഗം അവരാണ് യഥാർത്ഥ ഭീകരവാദികൾ, യഥാർത്ഥ ഉഗ്രവാദികൾ, യഥാർത്ഥ ടെററിസ്റ്റുകാർ. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം, അവരെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അതാണ് നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നമ്മുടെ സേവനം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പുന്നാര നബി തങ്ങളെ മഹബത്ത് വെക്കുക, ഇഷ്ക് വെക്കുക. ആ ഹബീബ് ഇഷ്കിലോടുകൂടെ നമ്മൾ ആ ഹബീബിനെ പിൻപറ്റുക. അപ്പൊ അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. അപ്പൊ ഈമാൻ പൂർണ്ണമാവും. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നീണ്ടുപോയാൽ ബുദ്ധിമുട്ടാവും. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.